സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കപ്പുറത്തേക്ക് വർഷങ്ങളായി ശബരിമലയെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും അന്നദാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന ബന്ധപ്പെട്ട് പല രീതിയിലുമുള്ള പണപ്പിരിവ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതിന്റെ വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ വിഷയമാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് 35 ദിവസത്തോളം ചെന്നൈയിൽ എത്തിക്കാൻ വൈകി. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി 35 ദിവസം എന്തിനു വേണ്ടി? അത് ദേവസ്വത്തിന്റെ അനുമതിയോടുകൂടിയല്ല. 2019 ഈ വിധത്തിൽ കരാറുകാരനാണോ അതോ ഏതെങ്കിലും തരത്തിൽ സ്പോൺസർ ആണോ എന്ന് ദേവസ്വം ബോർഡിന് പോലും വ്യക്തമല്ലാത്ത ഒരാൾ എന്തിനു വേണ്ടി 35 ദിവസത്തോളം ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കെന്ന് കൊണ്ടുപോയ സാധനം അത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മറ്റൊരു ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് പൂജിച്ച് അതിന്റെ പേരിൽ കൂടി പണപ്പിരിവ് നടത്തി. ഇനി മറ്റൊരു കാര്യം ഇത് സംബന്ധിച്ച് വിജിലൻസ് സംശയിക്കുന്നത് ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഇയാൾ യഥാർത്ഥ സ്പോൺസർ തന്നെയാണോ? കാരണം മറ്റ് ഏറെ സ്പോൺസർമാരിൽ നിന്നും പണവും മറ്റു സ്വത്തുക്കളും ഒക്കെ വാങ്ങി തന്റെ പേരിൽ അത് അവതരിപ്പിക്കുന്ന രീതി ഇയാൾക്കുണ്ടോ? അത്തരത്തിൽ പല സംശയങ്ങൾ നിലവിൽ വിജിലൻസിനുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ തെളിവുകൾ, സുപ്രധാനമായ തെളിവുകളും പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച തിരുവനന്തപുരം, നേരത്തെ ബാംഗ്ലൂരിലെത്തി ചോദ്യം ചെയ്യും അല്ലെങ്കിൽ അവിടെ എത്തി മൊഴിയെടുക്കുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പക്ഷേ ഇപ്പോഴിതാ ദേവസ്വം വിജിലൻസ് തിരുവനന്തപുരത്തേക്ക് എത്താൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തേക്ക് എത്തിയത്. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന ചോദ്യത്തിനും അന്വേഷണ സംഘത്തോട് സഹകരിക്കും. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിനൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. അത്തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. പക്ഷേ താൻ ഒരു കാരണവശാലും അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കുകയില്ല, അത് അന്വേഷിക്കട്ടെ, സുതാര്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനെ സങ്കീർണമാക്കുന്നത് മാധ്യമങ്ങളും മറ്റു ചില ആളുകളുമാണ് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ മനീഷ്, ഇപ്പോൾ മാധ്യമങ്ങളെ അദ്ദേഹം പഴിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഈ പീഠത്തിന്റെ കാര്യമൊക്കെ വെളിപ്പെടുത്തിയതും പിന്നീട് ഇപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ വിനയായി മാറി എന്നൊക്കെ. ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇപ്പോൾ അദ്ദേഹം തയ്യാറല്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണെന്ന് പറയുന്നു. കൂടാതെ ഇതിന്റെ പേരിൽ, ഈ സ്വർണ്ണപ്പാളിയുടെ പേരിൽ അദ്ദേഹം അനധികൃതമായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, അന്നദാനത്തിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ബംഗളൂരുവിലേക്കൊക്കെ അന്വേഷണം പോകുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ പഴിച്ച് രംഗത്തെത്തിയത്. മനീഷ്, അനുജ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്വർണ്ണപീഠം, അതായത് ഈ സ്വർണ്ണപ്പാളി അപ്പുറത്തേക്ക് സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, തന്റെ പക്കൽ നിന്നും അത് വാങ്ങി താൻ സ്പോൺസറായി നൽകിയ ഒരു സ്വർണ്ണപീഠം പിന്നീട് തനിക്ക് തിരികെ കിട്ടിയില്ല എന്ന് നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി. അതിന്റെ പേരിൽ വലിയ മാധ്യമ വാർത്തകൾ വന്നു. പിന്നാലെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിന്ന് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ വെഞ്ഞാറമൂട് നിന്നും അതേ ഈ കാണാതായി അല്ലെങ്കിൽ നിലവിൽ ദേവസ്വത്തിന്റെ പരിധിയിൽ ഇല്ല, അവർക്ക് അതിൽ സംബന്ധിച്ച് എവിടെയാണെന്ന കാര്യം അറിയില്ല, താൻ തന്നെ നഷ്ടമായി എന്ന് പറയുന്ന ഒരു വസ്തു അത് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ചപ്പോൾ തന്നെ ആദ്യ സംഭവം തന്നെ കളവാണ്, അത് വ്യാജമാണ്, തന്റെ ഓർമ്മക്കുറവാണെന്ന് പറയുമ്പോഴും അത് കളവാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നാലെയാണ് ഈ സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ച് ആദ്യം തന്നെ ഉരുത്തിരിഞ്ഞ ചില സംശയങ്ങൾ, പിന്നീട് ചില ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെ ചില വസ്തുതകൾ അന്വേഷണ സംഘം ലഭിച്ചത്. നിലവിൽ കോടതിയുടെ പരിഗണനയിൽ കൂടെയാണ്, കോടതിയുടെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെയാണ് നിലവിലുള്ള അന്വേഷണം നടക്കുന്നത്. കോടതിയുടെ കൃത്യമായ മേൽനോട്ടം ഈ അന്വേഷണത്തിലുണ്ട് എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2019 മാത്രമല്ല 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ രീതിയിൽ സ്വർണം പൂശാൻ അല്ലെങ്കിൽ സ്വർണം പൊതിയാൻ ദേവസ്വം ബോർഡിൽ നിന്നും അനുമതി ലഭിച്ചു, അത് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. അപ്പോഴെങ്ങനെ ദേവസ്വം ബോർഡിന് പോലും കോടതിയുടെ ചോദ്യത്തിൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് സ്പോൺസറാണോ, ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ചിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.